ഹലോ, ഡെയിലി ഡിഷ് 992ൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് പേളിമാണിയുടെ നൊസ്റ്റാൾജിക് റെസിപ്പിയായ മുട്ട ചുരുട്ട് കറിയാണ്. സൂപ്പർ ടേസ്റ്റി കറിയാണ് കേട്ടോ. ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ തൈരും കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പേളിമാണിയുടെ അച്ഛൻ്റെ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന കറിയാണിതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണ് ഞാൻ ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. എന്താ ഉണ്ടാക്കാമെന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് പേളിമാണിയുടെ ഈ റെസിപ്പി കണ്ടത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. എല്ലാവരും ചെയ്യേണ്ട മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ. പേളിമാണിയുടെ വീട് കണ്ടിട്ടൊന്ന് അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിനൊരുങ്ങിയത്. അപ്പോൾ ഇത് കണ്ടിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് 4 മുട്ടയാണ്. മുട്ട കൂടുതൽ വേണ്ടുന്നവർക്ക് കൂടുതലെടുക്കാം. കുറേ കറിയാക്കുമ്പോൾ കുറേ മുട്ട വേണം. പിന്നെ കുറച്ച് തേങ്ങ വേണം. പിന്നെ കുറച്ച് പെരുംജീരകം, പട്ട, ഗ്രാമ്പൂ എന്നിവ വേണം. കുറച്ച് ചെറിയ ഉള്ളി വേണം. ഇതിന് എല്ലാവരും അവരുടെ അളവ് പോലെ എടുത്തോളൂ കേട്ടോ. പിന്നെ പരിപ്പ് വേണം. മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവയും വേണം. പിന്നെ തക്കാളി ഒരു തക്കാളിയും ഒരു ഉള്ളി എടുക്കാം കേട്ടോ. ഞാനിവിടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മല്ലിച്ചപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ വേണം. നമുക്ക് കുക്കറിലേക്ക് പരിപ്പ് കഴുകിയിട്ടിടാം. അതിലേക്ക് ഉള്ളി, തക്കാളി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾ പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കണം. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി കുക്കറിൻ്റെ മൂടി ഒന്ന് അടച്ച് വെച്ച് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ 3 വിസിലായാലും പ്രശ്നമില്ല, നല്ലോണം ഉടഞ്ഞാലും പ്രശ്നമില്ല കേട്ടോ. നിങ്ങളുടെ വേവ് പോലെ എടുക്കാവുന്നതാണ്. കുക്കർ കുക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് പരിപ്പ് വേവട്ടെ. നമുക്കിവിടെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് പട്ട, ഗ്രാമ്പൂ, പെരുംജീരകം എന്നിവ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് മുന്നേ ഇടേണ്ടതാണ്, ഞാൻ പെട്ടെന്ന് മറന്നുപോയി. എന്നിട്ട് അതിട്ടിട്ട് നമുക്കൊന്ന് പിന്നെയും ഇളക്കിയെടുക്കാം. പിന്നെ ഇടേണ്ടതാണ് മല്ലിച്ചപ്പും കൂടി നമുക്കിവിടെ ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് ഇട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം. തേങ്ങ കുറച്ച് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക്
മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നെ ശ്രദ്ധിക്കണം, തേങ്ങ കരിഞ്ഞു പോകരുത്, അപ്പോൾ നമുക്ക് കറിക്ക് കയ്പ്പടിക്കും. അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, അതൊന്ന് തണിയട്ടെ. അതിനിടയിൽ നമുക്കൊന്ന് മുട്ട റെഡിയാക്കണം. 4 മുട്ടയും നമുക്കൊന്ന് പൊട്ടിച്ചൊഴിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ഉള്ളിയും ചേർക്കണം കേട്ടോ. ഞാനിവിടെ ഉള്ളി ചേർത്തിട്ടില്ല. ഇവിടെ എല്ലാവർക്കും ഉള്ളി അങ്ങനെ മുട്ടയിൽ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ഉള്ളി ചേർക്കുന്നില്ല. 4 മുട്ടയും ഉടച്ചെടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിലേക്ക് കുരുമുളകും ഉപ്പും മാത്രമേ ഇടണ്ടൂ. ഉള്ളി ഇട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും, പക്ഷേ ഇവിടെ ഞാൻ ഉള്ളി ഇട്ടിട്ടില്ല. ഇനി നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളകും ഇച്ചിരി ഉപ്പും ഇട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഇനി നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് ഒരു പാൻ വയ്ക്കണം. പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ തൂവി കൊടുക്കാം. വെളിച്ചെണ്ണ തൂവിക്കഴിഞ്ഞാൽ അത് ചൂടായാൽ നമുക്ക് മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല നേരിയ പോലെ പരത്തണം കേട്ടോ, നേറിങ്ങനെ കിട്ടണം നമുക്ക് മുട്ട. ഇത് എന്നിട്ട് മടക്കി എടുക്കുകയാണ് വേണ്ടത്. അതിനെയാണ് മുട്ട ചുരുട്ടി കറി അങ്ങനെയാണ് വിളിക്കുന്നത്. ഇതേപോലെ നമുക്ക് മടക്കി എടുക്കണം. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. അതിൻ്റേതായ ചെറിയ ചെറിയ പിഴവുകളൊക്കെ ഉണ്ടാവും. ഇതന്നെ നമുക്ക് ദോശക്കല്ലിൽ വെച്ചിട്ടോ പുറത്ത് വെച്ചിട്ടോ നമുക്കൊന്ന് മുറിച്ചെടുക്കണം. അതേപോലെ നമുക്ക് 2 റൗണ്ട് കൂടി ചെയ്യാനുണ്ട്, അത് ചെയ്തെടുക്കാം. മുട്ടയെല്ലാം ഇവിടെ മുറിച്ച് എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ചുരുട്ടി മടക്കി നല്ല അടിപൊളിയായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ജാറിലേക്ക് നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് തേങ്ങ ഇട്ടൊന്ന് നല്ലപോലെ അരച്ചെടുക്കണം.
നമ്മൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ നൈസായി അരക്കണമെന്നില്ല. നമുക്കിനി നമ്മുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. പരിപ്പ് നല്ലപോലെ വെന്തിട്ടുണ്ട്. നേരത്തെ വെന്തിട്ട് ഇറക്കി വെച്ചതാണ് കേട്ടോ. പരിപ്പും തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് അത് മാറ്റി വയ്ക്കാം. പരിപ്പ് അതിലേക്ക് ഒഴിക്കാം. പരിപ്പിൽ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. ഇനിയാണ് നമ്മൾ ഉപ്പിടാൻ പോകുന്നത്. ഇതിലേക്കാണ് ഇനി നമ്മുടെ അരവ് ഒഴിക്കേണ്ടത്. അരവൊഴിച്ച് നല്ലപോലെ കലക്കിയെടുക്കണം. നല്ലപോലെ ഇളക്കിയെടുത്തിട്ട് നമുക്കിനി കുറച്ച് കറിവേപ്പില ഇടാം. കുറച്ച് ഉപ്പും കൂടി ഇടണം കേട്ടോ. ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കണം. തിളച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളിതിലേക്ക് മുട്ടയിടുന്നത്. അതൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് അതൊന്ന് തിളക്കട്ടെ. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പൊന്ന് കറക്റ്റാണോ എന്ന് നോക്കാം. ചെറിയൊരു തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോൾ ഇതിലേക്ക് മുട്ട നമ്മളെടുത്ത് വെച്ചത് ഇട്ട് കൊടുക്കണം. മുട്ട ഇതാ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അധികം നമ്മളെ സ്പൂണ് കൊണ്ട് ഇളക്കാൻ പാടില്ല. അന്നേരം മുട്ട ഇങ്ങനെ ചിലപ്പോൾ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കാം. മുട്ട ഇട്ടതിന് ശേഷം അധികം തിളക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പേളിമാണിയുടെ സൂപ്പർ ഡിഷായ മുട്ട ചുരുട്ടിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റിയായ ഒരു കറിയാണ് കേട്ടോ ഇത് തൈരും പപ്പടവും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. ചോറും സൂപ്പർ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് കുറച്ച് കറി മാറ്റി വയ്ക്കാം. എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. പുതിയ റെസിപ്പിയായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.